ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2016 ഫേസ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതായത് രണ്ടാമത് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് ഫോർ ഫംഗൈ? ഫംഗൈക്ക് തെറ്റായത് ഏതാണ്? ദേ ആർ യൂക്യാരിയോട്ട്, ഫംഗസ് യൂക്യാരിയോട്ട് ആണ്. അതുപോലെ തന്നെ ദ ഫംഗൈ പോസസ് എ പ്യുവർലി സെല്ലുലോസിക് സെൽ വോൾ. നോ, ഇറ്റ് ഈസ് കൈറ്റിനസ് സെൽ വോൾ ദേ ഹാവ്. കൈറ്റിൻ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ. അതൊരു കോംപ്ലക്സ് ഹോമോ പോളിസാക്കറൈഡ് ആണ് കേട്ടോ, കോംപ്ലക്സ് ഹോമോ പോളിസാക്കറൈഡ്. ഇനി they are heterotrophic, correct ആണ്. they are both unicellular and multicellular. unicellular ഫംഗസിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, മെത്തനോജൻസ് ബിലോങ്സ് ടു. മെത്തനോജൻസ് ഏതിൽ വരുന്നതാണ്? ആർക്കി ബാക്ടീരിയ ആണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. യു ബാക്ടീരിയ എന്ന് പറയുന്ന ട്രൂ ബാക്ടീരിയ ആണ്. ഡൈനോഫ്ലാജലേറ്റ്സും സ്ലൈമോൾസും പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ് കേട്ടോ. Next question, select the wrong statement. The walls of the diatoms are easily destructible. ഡയറ്റംസിൻ്റെ വാൾസ് വന്നിട്ട് സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്, അത് അൺഡിസ്ട്രക്റ്റബിൾ ആണ്. ഡയറ്റോമേഷ്യസ്, അപ്പോൾ അത് തെറ്റാണ് കേട്ടോ. ഡയറ്റോമേഷ്യസ് എർത്ത് ഈസ് ഫോംഡ് ബൈ ദ സെൽ വോൾ ഓഫ് ഡയറ്റം, കറക്റ്റ്. ഡയറ്റോമേഷ്യസ് എർത്തിന് പറയുന്ന വേറൊരു പേരാണ് കീസെൽഗർ. Then diatoms are chief producers in the ocean, correct. Diatoms are microscopic and floating passively in water current. അതും ശരിയാണ്. അവർക്ക് ലോക്കോമോട്ടറി ഓർഗൻ ഇല്ല, ഫ്ലോട്ടിംഗ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ഇത് ക്രൈസോഫൈറ്റ്സിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ലേബൽ ഓഫ് എ ഹെർബേറിയം ഷീറ്റ് ഡസ് നോട്ട് ക്യാരി ഇൻഫർമേഷൻ ഓൺ. ഹെർബേറിയം ഷീറ്റിലെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അതിൻ്റെ ആ ഷീറ്റിൻ്റെ റൈറ്റ് ലോവർ കോർണറിലായിട്ടാണ്. അതിൻ്റെ സൈസ് വന്നിട്ട് 7x12 സെൻറ്റിമീറ്റർ സൈസിലാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. സോ ദർ ദ ഡേറ്റ് ഓഫ് കളക്ഷൻ വിൽ ബി ദർ, ലോക്കൽ നെയിം will be there, name of collector will be there. അതായത് ആരാണ് ആ സാമ്പിൾ കളക്ട് ചെയ്തതെന്നുള്ളത് ഉണ്ടാവും. അതേപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ഇറ്റ് വിൽ നോട്ട് ബി മെൻഷൻ ഇൻ ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഓർഗാനിസത്തിനും പല പ്ലാന്റിനും പല ഹൈറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ആ സാമ്പിളിൻ്റെ ഒരു ചെറിയ തൈന്നാണ് നമ്മളെ സാമ്പിൾ കളക്ട് ചെയ്തതെന്ന് കരുതി നമുക്ക് ആ പ്ലാന്റിൻ്റെ ഹൈറ്റ് അതാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാറില്ല. അതിൻ്റെ അകത്ത് എക്സ്പ്ലനേഷനിൽ സയൻറ്റിഫിക് നെയിമൊക്കെ എഴുതാറുണ്ട്. ഇനി അതിൻ്റെ ഒരു ഹെർബേറിയം ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 30-45 സെൻറ്റിമീറ്റർ സൈസാണ്. അതാണ് ജനറലി ഹെർബേറിയം ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി അമേരിക്കൻ ഹെർബേറിയം ഷീറ്റിൻ്റെ സൈസ് 29-41 സെൻറ്റിമീറ്റർ ആണ്. 29x41 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് വൺ, കോണിഫേഴ്സ് ആർ അഡാപ്റ്റബിൾ ടു ടോളറേറ്റ് എക്സ്ട്രീം എൻവറോൺമെൻറ്റൽ കണ്ടീഷൻ ബിക്കോസ് ഓഫ്. കോണിഫേഴ്സിന് തിക്ക് ക്യൂട്ടികൾ ഉണ്ടാവും. അവരുടെ ലീവ്സ് വന്നിട്ട് ബ്രോഡ് ലീവ്സ് ഒന്നും ആയിരിക്കില്ല കേട്ടോ, ഒരു സ്പൈനി ലീവ്സ് ഒക്കെ ആയിരിക്കും. അവർക്ക് തിക്ക് ക്യൂട്ടികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ ലോസ് കുറവായിരിക്കും. അതാണ് അതിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? ആൽഗെ ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ ഇമ്മീഡിയറ്റ് എൻവറോൺമെന്റ്, കറക്റ്റ് ആണത്. ആൽജിൻ ഈസ് ഒബ്റ്റെയിൻ ഫ്രം റെഡ് ആൽഗെ, അല്ല. ആൽജിൻ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ ബ്രൗൺ ആൽഗെ. ആൽജിൻ ഇറ്റ് ഈസ് എ ഹൈഡ്രോകൊളോയിഡ്. ആൻഡ് കെരാജീനിൻ ഒബ്റ്റെയിൻ ഫ്രം ബ്രൗൺ ആൽഗെ, അതും തെറ്റാണ്. കെരാജീനിൻ ഒബ്റ്റെയിൻ ഫ്രം റെഡ് ആൽഗെ. അതായത് ഇവിടെ നേരെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. കെരാജീനിൻ എന്ന് പറയുന്നത് ഒരു പോളിസൾഫേറ്റ് എസ്റ്റർ ആണ്. സൾഫർ കണ്ടെയ്നിങ് ഹൈഡ്രോകൊളോയിഡ്സ് ആർ സെക്രീറ്റഡ് ബൈ റെഡ് ആൽഗെ, ബ്ലൂ ആൽഗെ, ഗ്രീൻ ആൽഗെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. സോ ദാറ്റ് വിൽ ബി റിലീസ്ഡ് ഫ്രം that will be present in the carrageenan and it is from the red algae. ഇത് ഹൈഡ്രോകൊളോയിഡ്സ് യൂസ് ചെയ്യുന്ന വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സർട്ടൻ ലിവിങ് ടിഷ്യൂ. ഇനി അഗാർ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ജെലിഡിയം ആൻഡ് ഗ്രാസ്ലേറിയ, കറക്റ്റ് ആണ്. ലാമിനേറിയ ആൻഡ് സർഗാസം ആർ യൂസ്ഡ് ആസ് ഫുഡ്, അതും കറക്റ്റ് ആണ്. ലാമിനേറിയയിലൊക്കെ ഒരുപാട് അയോഡിൻ കണ്ടന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അയോഡിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ലാമിനേറിയ എന്ന് പറയുന്ന ആൽഗെ. ദ ടേം പോളി അഡൽഫസ് റിലേറ്റഡ് ടു. പോളി അഡൽഫസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റേമൻ്റെ ബണ്ടിലുള്ളതിനെയാണ് നമ്മൾ പോളി അഡൽഫസ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ആൻഡ്രീഷ്യം. ദെൻ ഹൗ മെനി പ്ലാന്റ്സ് among Indigofera, Sesbania, Salvia, Allium, Aloe, Mustard, Groundnut, Radish, Gram and Turnip have stamen with a different length in their flowers. Different lengthil stamen കാണുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഫ്ലവേഴ്സിലാണ്? നമ്മുടെ അറിവിൽ ഡിഡിനാമസ് കണ്ടീഷനും ടെട്രാഡിനാമസ് കണ്ടീഷനും പഠിച്ചിട്ടുണ്ട്. ഡിഡിനാമസ് കണ്ടീഷൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സാൽവിയ എന്ന് പഠിച്ചിട്ടുണ്ട്. ടെട്രാഡിനാമസ് കണ്ടീഷൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ബ്രാസിക്കേഷ്യ എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഇത് ഒരു എന്താ പറയുക, കുറച്ച് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ ക്രാഷ് എക്സ്പ്ലനേഷനിലും പറയുന്നുണ്ട്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇൻഡിഗോഫറ ലെഗ്യുമിനേഷ്യയിൽ വരുന്നതാണ് അല്ലേ. സെസ്ബാനിയ അതും ലെഗ്യുമിനേഷ്യ ഫാബേഷ്യയിൽ വരുന്നതാണ്. സാൽവിയ നമുക്കറിയാം ദാറ്റ് ഈസ് ഓൾറെഡി ഹാവിങ് ഡിഡിനാമസ് കണ്ടീഷൻ. ആ ഡിഡിനാമസ് കണ്ടീഷൻ ഞാൻ പറയുന്നത് ആ പോളിനേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് എൻഡമോഫിലിക് ടൈപ്പ് ഓഫ് പോളിനേഷന്
പോളിനേഷൻ അതിനകത്ത് എങ്ങനെയാണ് ഫേവറബിൾ ആയിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സാൽവിയയുടെ സ്റ്റേമൻ 2 ലെങ്ത് ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചത്. ഏലിയം ദാറ്റ് ഈസ് ലിലിയേഷ്യ ഫാമിലി, അവിടെ അതല്ല. അപ്പോൾ സാൽവിയയിൽ ഡിഡിനാമസ് കണ്ടീഷനാണ്. അലോ ലിലിയേഷ്യ ആണ്, അല്ല. അപ്പോൾ അവിടെയും എന്താണ് ഡിഡിനാമസ് ടെട്രാഡിനാമസ് കണ്ടീഷൻ ഇല്ല. മസ്റ്റാർഡ് ഇറ്റ് ഈസ് ബ്രാസിക്കേഷ്യ, സോ ഹിയർ വി ക്യാൻ സി ടെട്രാഡിനാമസ് കണ്ടീഷൻ. ആൻഡ് ഗ്രൗണ്ട്നട്ട് ഇറ്റ് ഈസ് ലെഗുമിനേഷ്യ, അതല്ല. റാഡിഷ് ബ്രാസിക്കേഷ്യ ദാറ്റ് കണ്ടെയ്ൻ ടെട്രാഡിനാമസ് കണ്ടീഷൻ. ഗ്രാം ഈസ് ലെഗുമിനേഷ്യ, അപ്പോൾ ഗ്രാമിനകത്തും ഇല്ല കേട്ടോ. ആൻഡ് turnip is brassicaceae family, so here turnip also will be showing this tetradinomous condition. ഇനി ഡിഡിനാമസ് ആൻഡ് ടെട്രാഡിനാമസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഡിഡിനാമസ് എന്ന് പറയുന്നത് 2 സ്റ്റേമൻ വന്നിട്ട് 2 ലെങ്ത്തിൽ അറേഞ്ച് ചെയ്തേക്കുന്നതിന് ഡിഡിനാമസ് എന്ന് പറയുന്നത്. ടെട്രാഡിനാമസ് എന്ന് പറഞ്ഞാൽ 2 ലെങ്ത്തിൽ 4 സ്റ്റേമൻ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അതായത് ഇതേപോലെ ഒരു സ്റ്റേമൻ ഇങ്ങനെ ഇത്രയും നീളമുള്ളതാണെങ്കിൽ അടുത്ത സ്റ്റേമൻ ഇത്രയുള്ളതായിരിക്കും, പിന്നെ അടുത്ത സ്റ്റേമൻ നല്ല നീളമുള്ളതായിരിക്കും, പിന്നെ അടുത്ത സ്റ്റേമൻ ചെറുതായിരിക്കും. ഇതിനാണ് ടെട്രാഡിനാമസ് കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഹിയർ 4 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. So because salvia, mustard, radish and turnip. Next one, radial symmetry is found in the flowers of brassica. ബ്രാസിക്കയിലാണ് റേഡിയൽ സിമെട്രി കാണുന്നത്. ട്രൈഫോളിയം, പൈസം, ക്യാസിയ ഇത് 3ഉം ലെഗുമിനേഷ്യയിലുള്ളതാണ്. സൈഗോമോർഫിക് സിമെട്രിയാണ്, അവർക്ക് ബൈലാറ്ററൽ സിമെട്രിയാണ്. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ഇസ് ഫൗണ്ട് ഇൻ. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ കാണുന്നത് ഡയാന്തസിലും പ്രിംറോസിലാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഡയാന്തസ്. നെക്സ്റ്റ് വൺ, കോർട്ടെക്സ് ഇസ് ദ റീജിയൻ ഫൗണ്ട് ബിറ്റ്വീൻ. കോർട്ടെക്സ് എന്ന് പറയുന്ന റീജിയൻ കാണുന്നത് എപ്പിഡെർമിസും സ്റ്റീലിന്റെ ഇടയിലാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ എപ്പിബ്ലമ ആൻഡ് ഇൻ ബിറ്റ്വീൻ എപ്പിബ്ലമ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. കാരണം എപ്പിഡെർമിസ്, റൂട്ടിന്റെ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ടേമാണ് എപ്പിബ്ലമ എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബലൂൺ ഷേപ്പ് സ്ട്രക്ചർ കോൾ തൈലോസിസ്. തൈലോസിസ് എന്ന് പറയുന്ന ബലൂൺ ഷേപ്പ് സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവുന്നതാണ്, അതെവിടെയാണ് കാണുന്നത്? ഒറിജിനേറ്റ് ഇൻ ദ ലൂമൻ ഓഫ് വെസൽ, അല്ല. ക്യാരക്ടറൈസ് ദ സാപ്വുഡ്, നോ. ആർ എക്സ്റ്റൻഷൻ, ഇത് ക്യാരക്ടറൈസ് ദ ഹാർഡ് വുഡ് ആണ് കേട്ടോ. ആർ എക്സ്റ്റൻഷൻ ഓഫ് സൈലം പാരൻകൈമ സെൽസ് ഇൻ ടു വെസൽ. സൈലം പാരൻകൈമ സെൽസ് വെസലിന്റെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെസലിന്റെ ഉള്ളിലെ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിനെ ഇന്ററപ്റ്റ് ചെയ്യുന്നതിനെയാണ് തൈലോസിസ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ ആ ക്രാഷിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ this is linked to the ascent of sap through xylem vessel. ഇല്ല, ഇത് ascent of sap തന്നെ അവിടെ ഇല്ല, അപ്പോൾ പിന്നെ അത് അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലല്ലോ. സോ ഹിയർ ദ തേർഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അത് നമുക്ക് NCERTയുടെ പുറത്തുനിന്ന് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമ്മൾ ആ ഹാർട്ട് വുഡ് പഠിക്കുമ്പോൾ ഹാർട്ട് വുഡ് ആകുന്ന എങ്ങനെയാണ് ടാനിൻ്റെ റിസിൻ്റെ ഡെപ്പോസിറ്റ് കൊണ്ടും പിന്നെ ഈ പറയുന്ന തൈലോസിസ് പോലത്തെ ഗ്രോത്ത് കൊണ്ടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഒരു എന്താ പറയുക, NCERTയിൽ ആ പോയിന്റ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹാർട്ട് വുഡ് പറയുമ്പോൾ നമ്മൾ അത് ഇതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം അഡീഷണൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു പോർഷനാണ്. എ നോൺ പ്രോട്ടീനേഷ്യസ് എൻസൈം ഈസ്. എല്ലാ എൻസൈംസും പ്രോട്ടീൻസാണ്, പക്ഷേ നോൺ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത് റൈബോസൈമാണ്, RNA എൻസൈം. ഓക്കെ, സെലക്ട് ദ മിസ് മാച്ച്. ഇതിനകത്ത് മാച്ച് ആവാത്ത ഏതാണ്? ഗ്യാസ് വാക്യൂൾ. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഗ്രീൻ ബാക്ടീരിയ, കറക്റ്റ് ആണ്. ലാർജ് സെൻട്രൽ വാക്യൂൾ ഇൻ ആനിമൽ സെൽ. ആനിമൽ സെല്ലിൽ വളരെ ചെറിയ വാക്യൂളാണ്, അത് സെൻട്രലി ലൊക്കേറ്റഡ് ഒന്നും അല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പെർമനന്റ് ആയിട്ട് കാണുന്നില്ല. ദാറ്റ് ഈസ് സീൻ ഇൻ ടെമ്പററി ബേസിസ്. Protists are eukaryote, correct ആണ്. Methanogens are prokaryote, that is also correct. Next one, select the wrong statement. Bacterial cell wall is made up of peptidoglycan, correct ആണ്. Pili and Fimbri are mainly involved in motility of bacterial cell. Pili is involved in for the formation of conjugation tube. Fimbria that is involved for the attachment of the organism on a substrate. അപ്പോൾ ഇത് തെറ്റാണ്. Cyanobacteria lack flagellated cells, അതെ. സൈനോബാക്ടീരിയ നോൺ മോട്ടൈലാണ്. അത് മോട്ടിലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു തരം ഫ്ലോട്ടിംഗ് മൂവ്മെന്റ് ഒക്കെ കാണിക്കുന്നുള്ളൂ, അല്ലാണ്ട് സൈനോബാക്ടീരിയയ്ക്ക് ഒരു ലോക്കോമോട്ടറി ഓർഗൻ ഇല്ല. മൈക്കോപ്ലാസ്മ ഈസ് എ വോൾലെസ് മൈക്രോ ഓർഗാനിസം, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് പിലി ആൻഡ് ഫിംബ്രി ആർ മെയിൻലി ഇൻവോൾവ് ഇൻ മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയൽ സെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്ടീരിയയിൽ കാണുന്ന ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്ന ഫ്ലാജെല്ലം മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, എ സെൽ ഓർഗനൽ കണ്ടെയ്നിങ് ഹൈഡ്രോലൈറ്റിക് എൻസൈം ഈസ് ലൈസോസോം. ലൈസോസോമിലാണ് pH 5 ആയിട്ടുള്ള ഹൈഡ്രോലൈറ്റിക് എൻസൈം, അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രോലൈറ്റിക് എൻസൈം ഇരിക്കുന്നത്. ഇത് ആനിമൽ സെല്ലിൽ കാണുന്നതാണ്. ഇനി പ്ലാന്റ് സെല്ലിന്റെ കേസിൽ ലൈസോസോമിന്റെ എൻസൈം ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ ഒരു സെൽ ഓർഗനൽ ആയിട്ടുള്ള സ്പീറോസോം എന്ന് പറയുന്ന ഒരു മൈക്രോ ബോഡിയിലാണ് കേട്ടോ. സെൽ ഓർഗൻ എന്ന് പറയാൻ പറ്റില്ല, മൈക്രോ ബോഡിയിലാണ് ഈ പറയുന്ന സ്പീറോസോം എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് സെൽ ഗ്രോത്ത് DNA സിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ. നമുക്കറിയാം സിന്തറ്റിക് ഫേസിൽ S ഫേസിലാണ് DNA സിന്തസിസ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബയോമോളിക്യൂൾ ഈസ് കോമൺ ടു റെസ്പിറേഷൻ മീഡിയേറ്റഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്
കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. ഫാറ്റ് ഒക്കെ വരുന്ന അസറ്റൈൽ കോഎൻസൈം എ ആയിട്ടാണ്, അതായത് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറും. കാർബോഹൈഡ്രേറ്റും അസറ്റൈൽ കോഎൻസൈം എ എന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. പ്രോട്ടീൻ ഓൾസോ വിൽ ബി, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോഎൻസൈം, അതായത് എന്താ പറയുക, ബ്രേക്ക് ഡൗൺ ചെയ്ത് വന്ന് അതിൻ്റെ ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രോഡക്റ്റ് ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്ന അസറ്റൈൽ കോഎൻസൈം എ ആണ്. പ്രോട്ടീൻ വന്നിട്ട് പൈറുവിക് ആസിഡ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ഹിയർ വി ക്യാൻ സീ ഇത് കോമൺലി വി ക്യാൻ സീ ദീസ് ത്രീ ഇറ്റ് ഈസ് ജോയിനിങ് ഇൻ ദ അസറ്റൈൽ കോഎൻസൈം എ. അപ്പോൾ അസറ്റൈൽ കോഎൻസൈം എ ആണ് കോമൺ ടു റെസ്പിറേഷൻ മീഡിയേറ്റഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A few drops of saps were collected by cutting across a plant stem by a suitable method. The sap was tested chemically. Which one of the following test result indicate that it is phloem sap? Phloem sap എപ്പോഴും ആൽക്കലൈൻ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലോയം സാപ്പ് സൂക്രോസിനെ ഉള്ളിലേക്ക് എടുക്കുന്ന അതേ സമയത്ത് H+ പുറത്തേക്ക് കളയുന്നുണ്ട്. ആ H+ന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ അവിടുത്തെ pH എന്താ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. pH കൂടുക എന്ന് പറയുന്നത് എന്താണ്, ആൽക്കലൈൻ കണ്ടീഷനാണ്. സോ ഹിയർ the pH of that particular sap is 7.3 to 8.5 ആണ് കേട്ടോ. Next one, you are given a tissue with its potential for differentiation in an artificial culture. Which of the following pairs of hormones would you add to the medium to secure shoot as well as root? അതായത് ഷൂട്ടും റൂട്ടും ഡിഫറൻഷിയേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ കൾച്ചർ മീഡിയയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഓക്സിൻ ആൻഡ് സൈറ്റോകൈനിൻ. ഓക്സിൻ കൂടുതലും സൈറ്റോകൈനിൻ കുറവും കൊടുത്താൽ റൂട്ട് ഇൻഡ്യൂസ് ചെയ്യും. സൈറ്റോകൈനിൻ കൂടുതലും ഓക്സിൻ കുറവും കൊടുത്താൽ നമ്മൾ ഓക്സിൻ കുറവും സൈറ്റോകൈനിൻ കൂടുതലും കൊടുത്താൽ ഷൂട്ട് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക. അതായത് ഓക്സിൻ സൈറ്റോകൈനിൻ റേഷ്യോ ഇഫ് ഇറ്റ് ഈസ് മോർ ഇറ്റ് വിൽ ഇൻഡ്യൂസ് റൂട്ട്. ഓക്സിൻ സൈറ്റോകൈനിൻ റേഷ്യോ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാറ്റ് വിൽ ഇൻഡ്യൂസ് ഷൂട്ട്. നെക്സ്റ്റ് വൺ, ഫൈറ്റോക്രോം. ഫൈറ്റോക്രോം ഈസ് എ, അതൊരു ക്രോമോ പ്രോട്ടീൻ ആണ്, ഫോട്ടോ പിഗ്മെന്റ് ആണ്. ഈ ഫൈറ്റോക്രോം വന്നിട്ട് സീഡ് ജെർമിനേഷനെ റെഗുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ക്ലോറോഫിലിന്റെ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യും. സീഡ്ലിങ്ങിന്റെ സമയത്ത് അതിന് എലോങ്ങേഷൻ്റെ അതിൻ്റെ സീഡ്ലിംഗ് സൈസ് എലോങ്ങേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഫൈറ്റോക്രോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ലീവ്സ് ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദിസ് ഫൈറ്റോക്രോം. അതുപോലെ ടൈമിംഗ് ഓഫ് ഫ്ലവറിംഗ് ഇൻ അഡൽട്ട് പ്ലാന്റ്സ്, അതായത് ഫോട്ടോ പീരിയോഡിസം അല്ലെങ്കിൽ ഫ്ലവർ ടൈമിംഗ് അഡൽട്ട് പ്ലാന്റ്സിൽ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഫൈറ്റോക്രോം യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ക്രോമോ പ്രോട്ടീൻ ആണ് കേട്ടോ. അതൊരു ഫോട്ടോ പിഗ്മെന്റ് ആണ്, ക്രോമോ പ്രോട്ടീൻ ആണ്. ദെൻ അല്ലെങ്കിൽ ഫോട്ടോ റിസപ്റ്റർ ആണെന്ന് പറയാം. Then next one, which is essential for the growth of root tip? Root tipനെ essential ആയിട്ട് കാണുന്നത് കാൽഷ്യം ആണ് കേട്ടോ. കാൽഷ്യം ഈസ് essential for the growth of root tip because മെരിസ്റ്റമാറ്റിക് റീജിയനിൽ ഒരു സെല്ല് അത് നെക്സ്റ്റ് സെല്ല് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇടയിൽ കാൽഷ്യം പെക്ടേറ്റ് കൊണ്ടുള്ള ഒരു ബാരിയർ ഡെവലപ്പ് ചെയ്യും. അതായത് അതാണ് മിഡിൽ ലെമല്ല ആയിട്ട് മാറുന്നത്. സോ കാൽഷ്യം ഈസ് റിക്വയർഡ് ഫോർ ദ elongation of the root region. The process which make major difference between C3 and C4 plants. C3 പ്ലാന്റ്സിലെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കും, C4 പ്ലാന്റ്സിലെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല. ദാറ്റ് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ C3 ആൻഡ് C4 പ്ലാന്റ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ C3 പ്ലാന്റ്സിൽ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനൈസ് എൻസൈമാണ്. അതുകൊണ്ട് തന്നെ എൻസൈമിന് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കാൻ കഴിയും, ഓക്സിജനേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. C4 പ്ലാന്റ്സിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈമാണ്, ഓക്സിജനൈസ് എൻസൈം ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ എടുക്കാനുള്ള ചാൻസ് ഇല്ല. സോ ദർ വിൽ നോട്ട് ബി ഫോട്ടോ റെസ്പിറേഷൻ. ഓക്കെ, സോ 3 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആർ കോൾഡ് ക്ലോൺ. കറക്റ്റ് ആണ്. മൈക്രോസ്കോപ്പിക് മോട്ടൈൽ അസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആർ കോൾഡ് സൂസ്പോസ്. അതേപോലെ തന്നെ നോൺ മോട്ടൈൽ അസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് പ്ലാനോസ്പോസ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇൻ പൊട്ടാറ്റോ, ബനാന and ginger, the plantlet arise from the internode present in the modified stem. ഇന്റർനോഡിൽ നിന്നല്ല, നോഡൽ റീജിയനിൽ നിന്നാണ് പ്ലാന്റ്ലെറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന് ബഡ്സ് ഫോം ചെയ്യുന്നത് ഈ നോഡൽ റീജിയനിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതാണ് തെറ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഓപ്ഷൻ, വാട്ടർ ഹയാസിൻത് ഗ്രോയിങ് ഇൻ ദ സ്റ്റാൻഡിംഗ് വാട്ടർ ഡ്രെയിൻസ് ഓക്സിജൻ ഫ്രം വാട്ടർ ദാറ്റ് ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് ഫിഷസ്. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 3. Next question, which of the following generate new genetic combination leading to variation? ഇവിടെ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ വേരിയേഷൻ ഉണ്ടാക്കില്ല, പാർത്തനോജനസിസ് വേരിയേഷൻ ഉണ്ടാക്കില്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ ലീഡ് ടു വേരിയേഷൻ, അന്നുസെല്ലാർ പോളിഎംബ്രിയോണി ഓൾസോ വിൽ നോട്ട് മേക്ക് എനി വേരിയേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ വേരിയേഷൻ ഉണ്ടാക്കാനുള്ള കാരണം ഗ്യാമീറ്റോജനസിസിൻ്റെ സമയത്ത് ഗ്യാമീറ്റ് ഫോർമേഷൻ മിയോസിസ് വഴി നടക്കുകയും അതേപോലെ മിയോസിസ് നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം റീകോമ്പിനേഷൻ നടക്കുന്നതും കൊണ്ടാണ് അവിടെ
അവിടെ വേരിയേഷൻ വരുന്നത്. ദെൻ അതർ റീസൺ ഫോർ വേരിയേഷൻ ഈസ് ഡ്യൂ ടു ഗാമീറ്റ് ഫ്യൂഷൻ. ഗാമീറ്റ് ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മാച്ച് ദ കോളം 1 വിത്ത് കോളം 2. പിസ്റ്റൽസ് ഫ്യൂസ്ഡ് ടുഗദർ. പിസ്റ്റൽസ് ഫ്യൂസ് ആയിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ പറയുന്നതാണ് സിൻകാർപ്പസ്. പിസ്റ്റൽ എന്ന് പറയുന്നത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്, ദാറ്റ് ഈസ് ഗാമീറ്റോജനസിസ്. ഹൈഫ ഓഫ് ഹയർ ആസ്കോമൈസിസ്. ഹയർ ആസ്കോമൈസിസിന്റെ ഹൈഫ എന്ന് പറയുന്നത് ഡൈകാരിയോട്ടിക് ആയിരിക്കും. ഡൈകാരിയോട്ടിക് ഹൈഫ ഉള്ളത് ആസ്കോമൈസിസിലും ബസിഡിയോമൈസിസിലുമാണ്. യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവേഴ്സിനെ നമ്മൾ പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്നാ പറയാം. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഫോർത്ത് വൺ. ഓക്കെ. Next question. In majority of angiosperm, egg has filiform apparatus. ഇല്ല, synergid ആണ് filiform apparatus contain ചെയ്യുന്നത്. There are numerous antipodal cells. No, 3 antipodal cells are there. Reduction division occurs in the megaspore mother cell. Correct. Megaspore mother cellലാണ് meiosis നടക്കുന്നത്. അതിനെയാണ് നമ്മൾ miocyte എന്ന് പറയുന്നത്. A small central cell is present in the embryo sac. No, big central cell is present in the embryo sac. So here the wrong option is 3. Next one, pollination in water hyacinth and water lily is brought about by the agency of. Water lily വാട്ടർ ഹയാസിന്തിലും എൻഡമോഫിലിക് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ് മേജർലി നടക്കുന്ന വിൻഡ് പോളിനേഷൻ നടക്കുക. സോ ഹിയർ ഇൻസെക്ട്സ് ഓർ വിൻഡ് ഇറ്റ് വിൽ ഡു ദ പോളിനേഷൻ ഇൻ ദ വാട്ടർ ലിലി ആൻഡ് വാട്ടർ ഹയാസിന്ത്. ബിക്കോസ് ഈ രണ്ട് പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് അട്രാക്റ്റീവ് ആണ്, അതേപോലെ തന്നെ അവർക്ക് അട്രാക്റ്റൻസും ഉണ്ട്, റിവാർഡ്സും ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ ഒവ്യൂൾ ഓഫ് ആൻ ആൻജിയോസ്പെർം ഈസ് ടെക്നിക്കലി ഈക്വലൻ ടു. ഒവ്യൂളിന് പറയുന്ന വേറൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം. Okay, then Taylor conducted the experiment to prove semi-conservative mode of chromosome replication on. Taylor അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് നടത്തിയത് വിസിയ ഫാബ എന്ന് പറയുന്ന പ്ലാന്റിലാണ്. അതേപോലെ റേഡിയോ ആക്റ്റീവ് തൈമിഡിനാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. Then the mechanism that causes a gene to move from one linkage group to another is called. ഒരു ലിങ്കേജ് ഗ്രൂപ്പിൽ നിന്ന് അനദർ ലിങ്കേജ് ഗ്രൂപ്പിലേക്ക് ക്രോമസോം മൂവ് ചെയ്യുന്ന ജീൻ മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ്ലോക്കേഷൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ ഈക്വലന്റ് ഓഫ് എ സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീനിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു പേരാണ് സിസ്ട്രോൺ. യൂക്യാരിയോട്ടിക് mRNA അല്ലെങ്കിൽ ജീൻ എന്ന് പറയുന്നത് എപ്പോഴും മോണോസിസ്ട്രോണിക് ആയിരിക്കും. പ്രോക്യാരിയോട്ടിക് സിസ്ട്രോൺ ഇറ്റ് ക്യാൻ ബി പോളിസിസ്ട്രോണിക് ഓൾസോ. അതിനകത്ത് ഒരു റെഗുലേറ്ററി സീക്വൻസ് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ജീനിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് പോളിസിസ്ട്രോണിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് ഈസ്. ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ദാറ്റ് ഈസ് ഏബിൾ ടു ബ്രീഡ് ഓൺ ഇറ്റ്സ് ഓൺ. അതല്ല, കാരണം വൺ ദാറ്റ് ഈസ് ഏബിൾ ടു ബ്രീഡ് ഓൺ ഇറ്റ്സ് ഓൺ എന്ന് പറയുന്നത് ബൈസെക്ഷൽ ആയിട്ടുള്ള ഏത് പ്ലാന്റും ട്രൂ ബ്രീഡിംഗ് ആണെന്ന് പറയും അല്ലേ. പ്രൊഡ്യൂസ് ഡ്യൂ ടു ക്രോസ് പോളിനേഷൻ എമംഗ് അൺറിലേറ്റഡ് പ്ലാന്റ്സ്. നോ. നിയർ ഹോമോസൈഗസ് ആൻഡ് പ്രൊഡ്യൂസസ് ഓഫ്സ്പ്രിംഗ് ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ദിസ് ഈസ് കറക്റ്റ്. ഹോമോസൈഗസ് കണ്ടീഷൻ അതേപോലെ തന്നെ അവർക്ക് അവരുടെ പോലെ തന്നെ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. So 3 is the correct one. Next option we'll see. Always homozygous recessive in its genetic constitution. എപ്പോഴും recessive ഒന്നുമല്ല, dominant condition വരാം. Next one, which of the following rRNA act as structural RNA as well as ribozyme in bacteria? 23S rRNA ആണ്. 23S rRNAക്ക് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് രണ്ട് അമിനോ ആസിഡിന്റെ ഇടയിൽ ഉണ്ടാക്കുക എന്നാണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസിന്റെ ഫംഗ്ഷൻ. അതാണ് 23S rRNA. 23S rRNA ഇരിക്കുന്നത് ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമോ പ്രോകാരിയോട്ട് ആണ്. നെക്സ്റ്റ് വൺ, 125. സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ഹാവ് ബീൻ ഡിസൈൻഡ് ഫോർ. സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഓക്സിജന്റെ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് അല്ല. അഡീഷൻ ഓഫ് പ്രിസർവേറ്റീവ് ടു ദ പ്രോഡക്റ്റ്. നോ. അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ത്രൂ ദ പ്രോസസ്. യെസ്. എൻഷുറിംഗ് anaerobic condition. No. So here third is the correct option. Next question, a foreign DNA and plasmid cut by the same restriction endonuclease can be joined to form a recombinant plasmid using. അതായത് ഒരേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്ത് ഫോറിൻ DNA പ്ലാസ്മിഡ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നത് ലൈഗേസ് ആണ്. ലൈഗേസ് എപ്പോഴും സ്റ്റിക്കി എൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു ജീനിന്റെ എക്സ്പ്രഷൻ നടന്ന് അതൊരു ലോവർ ഓർഗാനിസത്തിൽ നടന്ന് ലാർജ് സ്കെയിലിൽ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നതിനെ നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ കാണുന്നത് വരെ അത് ആ ഏത് ഓർഗാനിസത്തിൻ്റെ ആണോ ജീൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പ്രഷനാണ്. ദാറ്റ് ഈസ് നോട്ട് എ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. എക്സ്പ്രഷൻ പ്രോഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരാൻ കഴിയുന്നത് വരെയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. Then next one, which of the following restriction enzyme produces blend end? Blend end എന്ന് പറയുന്നത്
ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു DNA ഇത് ഇങ്ങനെ ഒരു എൻഡ് ഉണ്ടാക്കുന്നതിനെയാണ് ബ്ലണ്ട് എൻഡ് എന്ന് പറയാം. സ്റ്റിക്കി എൻഡ് എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് വിൽ ബി കട്ടിങ് ദ DNA ലൈക്ക് ദിസ്. അതായത് ഇവിടെ ഒരു സ്ട്രാൻഡ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ ഇവിടെയും കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സ്റ്റിക്കി എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിക്കി എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രാൻഡ് എപ്പോഴും ഇതേപോലെ ആയിരിക്കും ഇരിക്കുക. സോ ഹിയർ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ആൻഡ് വൺ സ്ട്രാൻഡ് ഇറ്റ് വിൽ ബി one strand it will be like this. Okay, അതായത് ഒരു സ്ട്രാൻഡ് ഇങ്ങനെ പകുതിയിൽ ഇതേപോലെയാണ് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും we will get a one strand like this, it will be separated, and another strand it will be separated like this. Okay, so here which of the following restriction enzyme produces the blend end? Blend end produce ചെയ്യുന്ന എൻസൈം ആദ്യം തന്നെ ഞാൻ പറയാം ECO R5 ആണ്. ഇതും നമ്മൾ എന്താ പറയുക NCERT പഠിക്കുന്നില്ല. നമ്മൾ എന്താ പറയുക കുറേ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെയും അതുപോലെ ECO R1ൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ ഈ പറഞ്ഞേക്കുന്നതിൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് പറഞ്ഞുതരാം. സാൽവണിൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് എന്ന് പറയുന്നത് GTC GAC ആണ്. GTC GAC. Okay, so here this is palindromic sequence in between G and T this enzyme will cut. So ഈ Gയും ഇങ്ങനെ ഒരു സീക്വൻസ് വരും, ഈ TC GAC ഈ Gയും കൂടി ഒരു സീക്വൻസ് വരും. So here we will get a sequence like this and we will get another sequence like this. Okay, this is the sticky end. Now we can see ECO R5 where we can see GAT ATC CTA TAG. Here it will cut in between T and A. That means ഇവിടെ വെച്ച് കട്ട് ചെയ്യും, സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ XHO1, അതും ഒരു സ്റ്റിക്കി എൻഡാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് എന്ന് പറയുന്നത് CTC GAG ആണ്. CTC GAG ഇവർ കട്ട് ചെയ്യുന്ന സിയുടെയും ടിയുടെയും ഇടയിൽ വെച്ചിട്ടാണ് ഒരു പുതിയ സ്ട്രാൻഡ് ഇത് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി കളയുന്നത്. ഹിൻഡ് 3 that also will produce the sticky end AAGCTT. ഇത് രണ്ട് എയുടെ ഇടയിലാണ് സ്ട്രാൻഡിനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വിച്ച് കൈൻഡ് ഓഫ് തെറാപ്പി. അപ്പോൾ ഇവിടെ ആൻസർ ECO R5 ആണ് കേട്ടോ. വിച്ച് കൈൻഡ് ഓഫ് തെറാപ്പി വാസ് ഗിവൻ ഇൻ 1990 ടു എ 4-year-old girl with adenosine deaminase deficiency, that is gene therapy. Next one, how many hotspots of biodiversity in the world have been identified till date by Norman Mayers? 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 4 നമുക്ക് ഇന്ത്യയിലുണ്ട്. ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ ഡീപ് സീ ഹൈഡ്രോതെർമൽ വെന്റ് എക്കോസിസ്റ്റം ഈസ് കീമോസിന്തറ്റിക് ബാക്ടീരിയ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അടിയിലേക്ക് ഹൈഡ്രോതെർമൽ വെന്റിലേക്ക് ഡീപ് സീ ഹൈഡ്രോതെർമൽ വെന്റിലേക്ക് ഒരിക്കലും സൂര്യപ്രകാശം എത്തില്ല. സൂര്യപ്രകാശം എത്താത്തത് കൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്ന ഓർഗാനിസംസ് പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അവർ ഓട്ടോട്രോഫിക് ഓർഗാനിസം ആണല്ലോ. സോ ദേ ആർ കീമോസിന്തറ്റിക് bacteria, it is not photosynthetic bacteria. Inorganic chemicals ആണ് അവരവരുടെ ഫുഡ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ R സെലക്റ്റഡ് സ്പീഷീസ്. R സെലക്റ്റഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ബയോട്ടിക് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലുള്ള സ്പീഷീസിനെയാണ് R സെലക്റ്റഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ഓർഗാനിസം. സോ ഹിയർ വിച്ച് വിൽ ബി ദ കറക്റ്റ് ആൻസർ. ലാർജ് നമ്പർ ഓഫ് പ്രോജനി വിത്ത് സ്മോൾ സൈസ്, ദിസ് ഈസ് കറക്റ്റ്. വലിയ സൈസുള്ള ഓർഗാനിസത്തിന് പ്രോജനിയുടെ നമ്പർ കുറവായിരിക്കും. ലാർജ് നമ്പർ ഓഫ് പ്രോജനി വിത്ത് ലാർജ് സൈസ്, ദാറ്റ് ഈസ് റോങ്. സ്മോൾ നമ്പർ ഓഫ് പ്രോജനി വിത്ത് സ്മോൾ സൈസ്, റോങ്. സ്മോൾ നമ്പർ ഓഫ് പ്രോജനി with large size, that is also wrong. So here large number of progeny with a small size, that is correct. Next one, if plus sign is assigned to beneficial interaction, minus sign to detrimental and zero sign to neutral interaction, then the population interaction represented by plus minus refers to. So here plus minus it refers to parasitism. ഇനി മ്യൂച്വലിസം എന്ന് പറയുന്നത് രണ്ടും ബെനിഫിറ്റ് ഇടാം, പ്ലസ് പ്ലസ്. അമൻസാലിസം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന ഒരാൾ പോയി തല്ലിയിട്ട് വരുമ്പോൾ ആ തല്ലാൻ പോകുന്ന ആൾ ന്യൂട്രലി എഫക്റ്റഡും തല്ല് കൊള്ളുന്നയാൾ നെഗറ്റീവ്ലി എഫക്റ്റഡുമാണ്. അതിനൊരു എക്സാമ്പിളാണ് പെൻസിലിയം ന്യൂട്ടേറ്റം പെൻസിലിൻ സ്റ്റെഫൈലോകോക്കസിനെതിരെ സിന്തസൈസ് ചെയ്യുന്ന -0 റിലേഷൻഷിപ്പാണ് അമൻസാലിസം. കമൻസാലിസം എന്ന് പറയുന്ന ഒരു ഓർഗാനിസം പോസിറ്റീവ്ലി എഫക്റ്റഡും ഒരു ഓർഗാനിസം ന്യൂട്രലാണ്. വലിയ അതിൽ നിന്ന് ഒരു ഓർഗാനിസത്തിൻ്റെ മേലെ ജീവിക്കുന്നതോ
അങ്ങനെ എന്തെങ്കിലുമാണ്, മേലെ ജീവിക്കുന്ന ഓർഗാനിസത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ that is a commensalism relationship. Example, if we see the barnacle which is present on big fishes. Barnacle എന്ന് പറയുന്നത് ചെറിയ ചെറിയ mollusk-ആണ്. അത് വലിയ വലിയ ഫിഷസിൻ്റെ മേലെ ഇരിക്കുമ്പോൾ ഫിഷസ് അറിയാൻ കൂടിയില്ല, പക്ഷേ ബർനാക്കിളിന് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനും കഴിയും. ഓക്കെ, അതാണ് കമൻസാലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരസൈറ്റിസം. പാരസൈറ്റിസത്തിൻ്റെ കേസിൽ ഒരു ഓർഗാനിസം ബെനിഫിറ്റഡ് ആയിരിക്കും, വേറൊരു ഓർഗാനിസം ഹാർംഫുള്ളി എഫക്റ്റഡ് ആയിരിക്കും. സോ പ്ലസ് മൈനസ് റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് പാരസൈറ്റിസം ഹിയർ. അത് ഏത് ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. പാരസൈറ്റിസ് ആവാം, പ്രഡേഷൻ ആവാം, ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? എയ്റിൻകൈമ, ഒപ്പൻഷ്യ. എയ്റിൻകൈമ സാധാരണ കാണുന്ന ഹൈഡ്രോഫൈറ്റില, ഒപ്പൻഷ്യ ഇസ് സെറോഫൈറ്റി പ്ലാന്റ്. ഏജ് പിരമിഡ്, ബയോം. ഏജ് പിരമിഡ് കാണുന്ന ഒരു പോപ്പുലേഷനിലാണ്, പോപ്പുലേഷൻ ആട്രിബ്യൂട്ടിലാണ് ഏജ് പിരമിഡ് കാണുക. അപ്പോൾ ഇത് തെറ്റാണ്. Parthenium hysterophorus, it is threat to biodiversity. This is correct. Parthenium hysterophorus, it will be widely spread. അതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റിക്ക് അത് ത്രെറ്റ് ആവാൻ സാധ്യതയുണ്ട്. സ്ട്രാറ്റിഫിക്കേഷൻ, പോപ്പുലേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് പോപ്പുലേഷനിലല്ല, അതൊരു എക്കോസിസ്റ്റത്തിലാണ് പറയാം. Okay, so this one is wrong. So here 3 is the correct option. Next question, red list contain data or information on. Red list ൽ കാണുന്ന ഡാറ്റ എന്ന് പറയുന്നത് ത്രെറ്റൻഡ് ഓർഗാനിസത്തിനെ പറ്റിയിട്ടുള്ള, ത്രെറ്റൻഡ് സ്പീഷീസിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ഡിസീസ് is caused by bacteria? Cholera and tetanus. Cholera is caused by Vibrio cholerae, tetanus is caused by Mycobacterium tetani. Okay, next question, match column 1 with column 2 and column 2 for housefly classification and select the correct option using the codes given below. Family of this housefly, that is Mnissidae. Order of housefly, Diptera. Class of housefly, Insecta. Phylum, Arthropoda. So the correct option is 1. Next question, choose the correct statement. All mammals are viviparous. All mammals are viviparous ആണോ? അല്ല, ചില മാമൽസ് എന്താ പറയുക, വിവിപാരസ് അല്ലാത്ത ഓർഗാനിസംസ് മാമറി ഗ്ലാൻസ് ഉള്ളതുണ്ട്. സോ ദാറ്റ് ഈസ് റോങ്. ഓൾ സൈക്ലോസ്റ്റോം ഡു നോട്ട് പൊസസ് ജോസ് ആൻഡ് പെയർഡ് ഫിൻസ്. ദിസ് ഈസ് കറക്റ്റ്. സൈക്ലോസ്റ്റോംസിൽ ഒരെണ്ണത്തിൽ പോലും ജോസും പെയർഡ് ഫിൻസും ഇല്ല, അതുകൊണ്ട് അതിനെ സൈക്ലോസ്റ്റോം എന്ന് പറയുന്നത്. ഓൾ റെപ്റ്റൈൽസ് ഹാവ് 3 chambered ഹാർട്ട്. ക്രൊക്കോഡൈൽ 4 chambered ഹാർട്ട് ആണുള്ളത്. ഓൾ പൈസസ് ഹാവ് ഗിൽസ് കവേർഡ് ബൈ an operculum. നോ, എല്ലാ പൈസസിനും ഒപ്പർക്കുലം കവർ ചെയ്യുന്നില്ല ഗിൽസിനെ. കോൺട്രിക്ടൈസിലെ ഒപ്പർക്കുലം ഇല്ല. നെക്സ്റ്റ് വൺ, സ്റ്റഡി ദ 4 statement given below and select the 2 correct one out of them. Definition of biological species was given by Ernst Mayr. കറക്റ്റ് ആണ്. ഫോട്ടോ പീരിയഡ് ഡസ് നോട്ട് അഫക്ട് റിപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. അത് തെറ്റാണ്. ചില പ്ലാന്റ്സിൽ ഫോട്ടോ പീരിയോഡിസം ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. ബൈനോമിയൽ നോമൻക്ലേച്ചർ സിസ്റ്റം വാസ് ഗിവൻ ബൈ R.H. Whittaker. അല്ല, കരോളസ് ലിനേയസ് ആണ്. ഇൻ യൂണിസെല്ലുലാർ organism reproduction is synonymous with growth. Correct ആണ്. So A and D are correct. Next one, in male cockroach sperms are stored in which part of the reproductive system? Male cockroachലെ sperms store ചെയ്യുന്ന seminal vesicle ഉള്ളിലാണ്. Then next question, smooth muscles are involuntary ആണ്, അതുപോലെ spindle shaped അല്ലെങ്കിൽ fusiform ആണ്, non striated ആണ്. So that is the correct option. Smooth muscles are involuntary, fusiform and non striated. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ്. സോ ഹിയർ ഫോർമേഷൻ ഓഫ് ATP ബൈ ട്രാൻസ്ഫർ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രം എ സബ്സ്ട്രേറ്റ് ടു ADP. അല്ല, ജസ്റ്റ് സബ്സ്ട്രേറ്റിൽ നിന്ന് ADPയിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതിന് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയാൻ പറ്റില്ല. അത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്നേ പറയുള്ളൂ. ഓക്സിഡേഷൻ ഓഫ് ഫോസ്ഫോറിലേഷൻ ഗ്രൂപ്പ് ഇൻ ATP. ഓക്സിഡേഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇൻ ATP. ATPയിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ അല്ല ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ. Addition of phosphate group to ATP. No. Formation of ATP by energy released from electron removed during substrate oxidation. അതായത് ഒരു സബ്സ്ട്രേറ്റ് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നത് കൊണ്ടുള്ള എനർജി ഉപയോഗിച്ച് ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ. 2 സ്ഥലത്ത് ഗ്ലൈക്കോളിസിസിലും ഒരു സ്ഥലത്ത് ക്രെബ്സ് സൈക്കിളിലും നടക്കുന്നുണ്ട്. 2 സ്ഥലത്ത് ATP ഫോർമേഷൻ ഉണ്ട് ഗ്ലൈക്കോളിസിസിൽ, ഒരു സ്ഥലത്ത് GTP ഫോർമേഷൻ ഉണ്ട് ക്രെബ്സ് സൈക്കിളിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് ലൈക്ലി ടു ബി ഇൻവോൾവ് ഇൻ സ്റ്റെബിലൈസിംഗ് ദ 3-dimensional ഫോൾഡ് ഓഫ് മോസ്റ്റ് പ്രോട്ടീൻ. 3-dimensional ഫോൾഡ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ബോണ്ട് കൊണ്ടാണ്. ദാറ്റ് ഇൻക്ലൂഡ് ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ, ആൻഡ് വി ക്യാൻ സി ദ വാൻ ഡെർ വാൽ ഇൻട്രാക്ഷൻ ഈസ് ദർ, കുവാലന്റ് ഇൻട്രാക്ഷൻ ഈസ് ദർ. ഇങ്ങനെ കുറേ
കുറേ പലതരത്തിലുള്ള ബോൺസ് വെച്ചിട്ടാണ് അത് ജോയിൻ ചെയ്യുന്നത്. സോ ഹിയർ എസ്റ്റർ ബോണ്ട് ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ്, എസ്റ്റർ ബോണ്ട് ഇറ്റ് ഈസ് പ്രസന്റ് ഓൾവേസ് ഇൻ ബിറ്റ്വീൻ ദ ലിപ്പിഡ് മോളിക്യൂൾ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ദ ഗിവൻ ഗ്രാഫ് കറക്റ്റ്ലി. അപ്പോൾ ഈ എസ്റ്റർ ബോണ്ട് എന്താ കറക്റ്റ് ആൻസർ ഞാൻ പറയാൻ വിട്ടുപോയി. Next question, which of the following describe the given graph correctly? And it is ഇതിന് തന്നെ മനസ്സിലാക്കാൻ ഇതൊരു എൻഡോതെർമിക് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. കാരണം എന്താ, ഇവിടുത്തെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിനാണ് കൂടുതൽ എനർജി, പ്രോഡക്റ്റിന് എനർജി കുറവാണ്. അതുകൊണ്ട് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയപ്പോൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഫ്രം ഹിയർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷനിൽ എ റിയാക്ഷൻ നടക്കുന്നത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലും ബി റിയാക്ഷൻ നടക്കുന്നത് കാറ്റലിസ്റ്റിന്റെ അബ്സെൻസിലുമാണ്. സോ ഹിയർ വി ക്യാൻ സേ ദിസ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ വിത്ത് എനർജി A in presence of enzyme, with energy A in presence of enzyme and B in absence of enzyme. That is the correct option. Okay, next one, when cells has stalled DNA replication, for which checkpoint should be predominantly activated? It will be GTM checkpoint. Checkpoint S phase ലുണ്ട്, G2 phase ലുണ്ട്, M phase ലുണ്ട്. S phase കഴിഞ്ഞാൽ G2ന്റെ Mന്റെയും ഇടയ്ക്കുള്ള ചെക്ക് പോയിന്റിലായിരിക്കും അത് സ്റ്റോപ്പ് ആവുന്നത്. Next question, match the stages of meiosis in column 1 to their characteristic feature in column 2 and select the correct option using the codes given below. Packetine stage crossing over നടക്കും. Metaphase 1 in which we can see chromosomes, it will arrange at the equator plate. Diakinesis in which we can see terminalization of chiasmata. Zygotine stage in which pairing of homologous chromosome it will occur. The first option is correct. Next one, which hormone do stimulate the production of pancreatic juice and bicarbonate? Pancreatic juice and bicarbonate stimulate ചെയ്യിപ്പിക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് കോൾസിസ്റ്റോകൈനിനും സെക്രീറ്റിനുമാണ്. കോൾസിസ്റ്റോകൈനിൻ ആൻഡ് സെക്രീറ്റിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോള ഓഫ് ദ ലങ് ഈസ്. ഇത് എപ്പോഴും ബ്ലഡിനേക്കാൾ കൂടുതലായിരിക്കും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആൽവിയോളസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആൽവിയോളസിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 104 mmHg, ബ്ലഡിനകത്ത് 95 mmHg ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്ത് കേട്ടോ. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോസിസെപ്റ്റേഴ്സ് റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ പ്രഷർ. നോസിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പെയിൻ റിസീവ് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് ആണ്. പ്രഷറിന് റെസ്പോണ്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മെക്കാനോ റിസെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് തെറ്റാണ്. മെയ്സ്നേഴ്സ് കോർപ്പസൽസ് ആർ തെർമോ റിസെപ്റ്റേഴ്സ്. മെയ്സ്നേഴ്സ് കോർപ്പസൽസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂട്ടേനിയസ് റീജിയനിൽ അല്ലെങ്കിൽ സ്കിന്നിലേക്ക് ഇന്നർവേറ്റ് ചെയ്യുന്ന നെർവ് എൻഡിങ്ങിനെയാണ്. അത് ടച്ചിനെ സെൻസ് ചെയ്യാനുള്ളതാണ്, അല്ലാതെ തെർമോ റിസെപ്റ്റേഴ്സ് അല്ല. നെക്സ്റ്റ് വൺ, ഫോട്ടോ റിസെപ്റ്റേഴ്സ് in the human eye are depolarized during darkness. Darknessൽ റോഡോപ്സിൻ വന്നിട്ട് ഡിപ്പോളറൈസ് ചെയ്യും and become റോഡോപ്സിൻ will be dissociated and it will undergo simultaneously it will undergo depolarization for the bipolar neuron and ganglion cells and it become hyperpolarized in response to the light stimulus. Light stimulus വരുമ്പോൾ അത് hyperpolarized conditionലേക്ക് എത്തും. That is correct. Then receptors do not produce graded potential. Receptors it will produce receptor potential. Graded potential ഉണ്ടാക്കിയാൽ മാത്രമേ അത് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് മെസ്സേജ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, ഗ്രേവ്സ് ഡിസീസ് ഈസ് കോസ് ഡ്യൂ ടു. ഗ്രേവ്സ് ഡിസീസ് എപ്പോഴും ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നതാണ്. ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ നമുക്ക് എന്താ പറയുക, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ TSHനെ പോലെ ഇരിക്കുന്ന വേറൊരു മോളിക്യൂളാണ് ഇവിടെ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതിന് ഫീഡ്ബാക്ക് മെക്കാനിസം എഫക്റ്റഡ് ആവില്ല. അതുകൊണ്ടാണ് അത് ഗ്രേവ്സ് ഡിസീസ് ആയിട്ട് മാറുന്നത്, അതായത് ഹൈപ്പർ തൈറോയിഡിസം. നെക്സ്റ്റ് വൺ, നെയിം ദ അയോൺ റെസ്പോൺസിബിൾ ഫോർ അൺമാസ്കിംഗ് ഓഫ് ആക്റ്റീവ് സൈറ്റ് ഫോർ മയോസിൻ ഫോർ ക്രോസ് ബ്രിഡ്ജ് ആക്ടിവിറ്റി ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ. കാൽഷ്യമാണ് മസിൽ കൺട്രാക്ഷൻ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. നെക്സ്റ്റ് വൺ, നെയിം ദ ബ്ലഡ് സെൽ ഹൂസ് റിഡക്ഷൻ ഇൻ നമ്പർ ക്യാൻ കോസ് ക്ലോട്ടിംഗ് ഡിസോർഡർ ലീഡിംഗ് ടു എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. ദാറ്റ് ഈസ് പ്ലേറ്റ്ലെറ്റ്സ് ഓർ ത്രോംബോസൈറ്റ്സ്. ത്രോംബോസൈറ്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ 3 റിലീസ് ചെയ്തിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത്. സോ ഇതിൻ്റെ നമ്പർ കുറഞ്ഞാൽ ബ്ലീഡിംഗ് ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ പെപ്റ്റൈഡ് ഹോർമോൺ വിച്ച് ആക്ട് മെയിൻലി ഓൺ ഹെപ്പാറ്റോസൈറ്റ് അഡിപ്പോസൈറ്റ്സ് ആൻഡ് എൻഹാൻസ് സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ദാറ്റ് ഈസ് ഇൻസുലിൻ. ഗ്ലൂക്കോഗോൺ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്കും യൂട്ടിലൈസേഷനും കുറയ്ക്കുകയാണ് ഗ്ലൂക്കോഗോൺ ചെയ്യുന്നത്. ഗ്ലൂക്കോഗോൺ ഈസ് antagonistic to insulin. Insulin and glucagon both are secreted from the pancreas by the cells called as islets of Langerhans.
Next one, osteoporosis and age-related disease of skeletal system may occur due to ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ, സിറം ഡിഫേഴ്സ് ഫ്രം ബ്ലഡ് ഇൻ. സിറം ബ്ലഡിൽ നിന്ന് ഡിഫർ അയക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്തതാണ്, ലാക്കിംഗ് ക്ലോട്ടിംഗ് ഫാക്ടർ അല്ലേ. സിറവും പ്ലാസ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സിറം ഈസ് പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടർ, റൈറ്റ്. നെക്സ്റ്റ് വൺ, ലങ്സ് ഡു നോട്ട് കൊളാപ്സ് ബിറ്റ്വീൻ ബ്രീത്ത് ആൻഡ് സം എയർ always remain in the lungs which can never be expelled because അതായത് residual volume എപ്പോഴും ലങ്സിൻ്റെ ഉള്ളിലുണ്ടാവും. അതിന് കാരണം എന്താണ്? ദാറ്റ് ഈസ് ബിക്കോസ് എ നെഗറ്റീവ് ഇൻട്രാപ്ലൂറൽ പ്രഷർ പുള്ളിങ് അറ്റ് ദ ലങ്സ് വോൾ. ഒരു നെഗറ്റീവ് ഇൻട്രാപ്ലൂറൽ പ്രഷർ ഉണ്ട് ലങ്സിൻ്റെ ഉള്ളിൽ, അത് ഈ വോളിനെ എപ്പോഴും ഇങ്ങനെ പുള്ള് ചെയ്ത് നിർത്തും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എക്സ്പെൽഷൻ നടക്കില്ല. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 2. നെക്സ്റ്റ് വൺ, ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് നോട്ട് എ ട്രൂ എൻഡോക്രൈൻ ഗ്ലാൻഡ് ബിക്കോസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ട്രൂ എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല എന്ന് പറയാനുള്ള കാരണം, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിൻ്റെ സെക്രീഷനായ ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും സ്റ്റോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഇറ്റ് ഓൺലി സ്റ്റോർസ് ആൻഡ് റിലീസ് ഹോർമോൺ. അവർ ചില ഹോർമോണിനെ സ്റ്റോർ ചെയ്ത് റിലീസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അവർ ഹോർമോൺസ് ഒന്നും സെക്രീറ്റ് ചെയ്യുന്നില്ല. Next one, the part of nephron involved in active reabsorption of sodium is distal convoluted tubule, proximal convoluted tubule, sodium reabsorption നടക്കും in the form of sodium chloride. അപ്പോൾ 1 അല്ലെങ്കിൽ 2 ഇത് ഏത് എഴുതിയവർക്കും മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. Bowman's capsule from where there is no reabsorption of sodium. Descending limb of loop of Henle, it is not permeable to sodium chloride, it is permeable only to water. Ascending limb of loop of Henle നിന്ന് sodium chloride എടുക്കുന്നുണ്ടെങ്കിലും that sodium chloride it can be taken or reabsorbed back to the blood capillary. പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ അത് വീണ്ടും തിരിച്ച് മെഡുലറി ഇൻറ്റസ്റ്റീഷ്യത്തിലേക്ക് തന്നെ പോകും ഫോർ മെയിൻറ്റെയിൻ ദ ഹൈ ഓസ്മോളാരിറ്റി ഇൻ ദ മെഡുലറി ഇൻറ്റസ്റ്റീഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ, അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണം ശരിയാട്ടോ, 1ഉം 2ഉം ശരിയാണ്. Which of the following hormone is following is hormone releasing IUD. Hormone releasing IUD എന്ന് പറയുന്ന രണ്ടെണ്ണമുള്ള LNG ആൻഡ് പ്രൊജസ്റ്റാസേർട്ട്. ഇവിടെ LNG ആണ് കൊടുത്തിട്ടുള്ളത്, LNG-20. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിങ് വാസെക്ടമി. വാസെക്ടമിക്ക് തെറ്റായിട്ടുള്ള എന്താണ്? വാസെക്ടമി എന്ന് പറയുന്നത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് മെയിൽ ആക്സസറി ഡക്റ്റിൻ്റെ ഭാഗം കട്ട് ചെയ്ത് അത് കേൾ ചെയ്ത് കെട്ടിയിടുന്നതിനെയാണ് വാസെക്ടമി എന്ന് പറയുന്നത്. അത് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. നെക്സ്റ്റ് ദ ഓപ്ഷൻസ് വിച്ച് ആസ് ഗിവൻ, ദാറ്റ് ഈസ് നോ സ്പേം ഒക്കേഴ്സ് ഇൻ സെമിനൽ ഫ്ലൂയിഡ്. സെമിനൽ ഫ്ലൂയിഡിൽ സ്പേം ഉണ്ടാവില്ല, അതുകൊണ്ട് അങ്ങനെയാണ് അത് കോൺട്രാസെപ്ഷൻ മെത്തേഡായിട്ട് യൂസ് ചെയ്യാൻ കാരണം. നോ സ്പേം ഒക്കേഴ്സ് ഇൻ എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ് കഴിഞ്ഞിട്ട് വാസ് ഡിഫറൻസ്, അതുകൊണ്ട് എപ്പിഡിഡൈമിസിൽ സ്പേം ഒക്കെ ഉണ്ടാവും. വാസ് ഡിഫറൻഷ്യ ഈസ് കട്ട് ആൻഡ് ടൈഡ്. വാസ് ഡിഫറൻഷ്യ ഈസ് കട്ട് ആൻഡ് ടൈഡ്, അതും ശരിയാണ്. വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നത്. നോൺ സ്പേം ഒക്കേഴ്സിന് എപ്പിഡിഡൈമിസ്, അതാണ് കേട്ടോ തെറ്റ്. നമ്മൾക്ക് തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്, അവിടെ എനിക്ക് കൺഫ്യൂസ് ആയിപ്പോയി. ഓക്കെ, നോൺ സ്പേം ഒക്കറിൻ എപ്പിഡിഡൈമിസ്, ദാറ്റ് ഈസ് റോങ്. വാസ് ഡിഫറൻഷ്യസ് കട്ട് ആൻഡ് ടൈഡ്, കറക്റ്റ്. ഇറിവേഴ്സിബിൾ സ്റ്റെറിലിറ്റി, അത് ഇറിവേഴ്സിബിൾ ആണ്. സ്റ്റെറിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതല്ല. നെക്സ്റ്റ് വൺ, എംബ്രിയോ വിത്ത് മോർ ദാൻ 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഫോം ഡ്യൂ ടു ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഇസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു യൂട്രസ്. 16 ബ്ലാസ്റ്റോമിയേഴ്സിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു യൂട്രസ്. അത് 0 to 8 സെൽ സ്റ്റേജിലാണെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെപിക്ട്സ് ദ കറക്റ്റ് പാത്വേ ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പേം. അതായത് ആക്സസറി ഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. റെറ്റി ടെസ്റ്റിസ്, എഫറൻ ഡക്റ്റ്യൂൾ ഓർ വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. Next one, match column 1 with column 2 and select the correct options using the code given below. Mons pubis എന്ന് പറയുന്നത് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റലിയാണ്. ആൻഡ്രം ഈസ് പ്രസന്റ് ഇൻ ഗ്രാഫിയൻ ഫോളിക്കൽ. ആൻഡ്രം എന്ന് പറയുന്നത് ഗ്രാഫിയൻ ഫോളിക്കൽ മെച്ചറായി കഴിയുമ്പോൾ ഒരു ആൻഡ്രം എന്ന് പറയുന്ന ക്യാവിറ്റി ഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ട്രോഫാക്ടോഡം, ദാറ്റ് ഈസ് ഡ്യൂറിങ് എംബ്രിയോ ഫോമേഷൻ. എംബ്രിയോ ഫോമേഷൻ്റെ സമയത്ത് ഇന്നർ സെൽ മാസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഒന്നാണ് ട്രോഫാക്ടോഡം എന്ന് പറയുന്നത്. നെബൺ കേൺ, ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്പേം. സ്പേമിലാണ് നെബൺ കേൺ എന്ന് പറയുന്ന ഫാക്ടർ കാണുന്നത്. So here the correct option is 2. Next one, several hormones like HCG, HPL, estrogen, progesterone are produced by placenta. Placenta HCG, HPL, estrogen, progesterone produce ചെയ്യുന്നത്. If a colorblind man marries a woman who is homozygous for normal color vision, the probability of their son to get colorblind is 0 ആണ്. കാരണം എന്താണ്? colorblind man
and normal lady. So here X condition will be like this and the male will be like this. So here the egg, when it is produced, it will be having either all the egg will be having capital X, and here when the sperms are produced, it will be having either defective X chromosome or it will be having a Y chromosome. So here we can see this will give a combination that is heterozygous female. This also will be heterozygous female, and here we can see this is always like XY condition. There is no possibility of getting the small x from the father. So there will not be possibility of getting color blindness in the son. Next question, genetic drift operate in. Genetic drift Hardy-Weinberg equilibrium violate ചെയ്യുന്നതിന് ഒരു കാരണമാണ്. that is seen in small isolated population. ചെറിയ isolated populationലാണ് genetic drift കാണുന്നത്. That is an accidental change ആണ്. accidental change ആണ് അല്ലെങ്കിൽ accidental variation ആണ് അവിടെ നടക്കുന്നത്. അവിടെ എന്താ പറയുക, ആ ചേഞ്ച് ഏത് സ്പീഷീസിനാണോ ചേഞ്ച് നടക്കുന്നത് ആ സ്പീഷീസിനെ നമ്മൾ ഫൗണ്ടർ സ്പീഷീസ് എന്നും, അത് ന്യൂ സ്പീഷീസിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അതിനെ ഫൗണ്ടർ എഫക്റ്റ് എന്നും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റിലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡി-വെൻബർഗ് ഇക്വേഷൻ ദ ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ഇസ് റെപ്രസെന്റഡ് ബൈ. ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലിന്റെ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്ന 2pq എന്നും, അതേപോലെ ഹോമോസൈഗസ് ഡോമിനന്റ് റെപ്രസെന്റ് ചെയ്യുന്ന p² എന്നും, ഹോമോസൈഗസ് റിസസീവ് റെപ്രസെന്റ് ചെയ്യുന്ന q² എന്നുമാണ്. നെക്സ്റ്റ് വൺ, ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഫ്രം ഏർലി ടു ദ റീസെന്റ് ഏജ്. ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ നമ്മൾ നോക്കിയാൽ രാമാപിത്തക്കസ്, ഓസ്ട്രാലോപിത്തക്കസ്, ഹോമോ ഹാബിലിസ് ആൻഡ് ഹോമോ ഇറക്ടസ് ആണ്. Next question, which of the following is the correct sequence of events in the origin of life? Origin of life in a correct ആയിട്ടുള്ള events. First it form synthesis of organic monomers in this, next synthesis of organic polymers, then after that formation of protobiont, then after that formation of DNA based genetic system. ഈ protobiont എന്ന് പറയുന്ന polymer of these all molecules ആണ് കേട്ടോ. ഷുഗർ, അതുപോലെ polymer of glucose molecule, polymer of nucleotide, polymer of lipid, not lipid, it will be having a lipid, not polymer കേട്ടോ. ലിപ്പിഡ് ഒരിക്കലും പോളിമർ ആയിട്ട് കാണില്ല. ഇറ്റ് ഈസ് എൻ അഗ്രിഗേഷൻ ഓഫ് ലിപ്പിഡ് മോളിക്യൂൾസ് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് കാണുന്ന പോളിമർ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ പോളിമർ കാണും, ഷുഗർ മോളിക്യൂളിന്റെ പോളിമർ കാണും. അങ്ങനത്തെ കുറേ കോമ്പൗണ്ട്സ് കൂടിയ ഒരു സ്ട്രക്ചർ, ലിപ്പിഡിന്റെ ഒരു ആഗ്രിഗേഷൻ കാണും. ഇങ്ങനത്തെ കാണുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ പ്രോട്ടോബയോണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇനി ഈ പ്രോട്ടോബയോണ്ടിന്റെ ഉള്ളിൽ DNA അല്ലെങ്കിൽ RNA എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് റീപ്രൊഡ്യൂസിങ്, ബിക്കോസ് DNA അല്ലെങ്കിൽ RNAക്ക് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിപ്ലിക്കേഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോഴാണ് അത് പ്രോട്ടോസെല്ലായിട്ട് മാറുന്നത്. സോ ഫോർത്ത് സ്റ്റെപ്പ്, ഫോർമേഷൻ ഓഫ് DNA ബേസ്ഡ് ജനറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് പ്രോട്ടോസെല്ലാണ് അതിനകത്ത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 2, 3, 1, 4, ദാറ്റ് ഈസ് 3. Next question, a molecule that can act as a genetic material must fulfill the traits given below except. The molecule that can act as genetic material must fulfill the trait given below except. It should be able to express itself in the form of Mendelian character. Yes. It should be able to generate its replica. Yes. It should be unstable structurally and chemically. It should be stable structurally and chemically. It should provide the scope for slow changes that are required for evolution. This slow changes നടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് 3 ആണ് കേട്ടോ. Next one, DNA dependent RNA polymerase catalyzes the transcription on one strand of the DNA which is called as. ഏത് സ്ട്രാൻഡിലാണോ DNA ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ആ സ്ട്രാൻഡിന് നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് പറയാം. അതർ സ്ട്രാൻഡ് നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വേണം റെപ്രസെന്റ് ചെയ്യുക. അതിന് ഓപ്പോസിറ്റുള്ള സ്ട്രാൻഡ് നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ഇസ് ദ മീറ്റിംഗ് ഓഫ്. രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് തമ്മിലുള്ള മീറ്റിങ്ങിനെയാണ് നമ്മൾ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ടു ഡിഫറെന്റ് റിലേറ്റഡ് സ്പീഷീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് എയ്ഡ്സ് കോസറ്റീവ് ഏജന്റ് HIV. എയ്ഡ്സ് കോസറ്റീവ് ഏജന്റ് HIV വൈറസിന്റെ ഉള്ളിൽ 2 ഐഡന്റിക്കൽ മോളിക്യൂൾസ് ഓഫ് സിംഗിൾ സ്ട്രാൻഡഡ് RNA ഉണ്ട്, അതേപോലെ തന്നെ 2 മോളിക്യൂൾസ് ഓഫ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉണ്ട്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 2 ഹിയർ. Next question, among the following edible fishes, which one is marine fish having rich source of omega-3 fatty acid? Omega-3 fatty acid ഏറ്റവും കൂടുതൽ കാണുന്ന മാക്രൽ എന്ന് പറയുന്ന ഫിഷ് ആണ്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 4. അതും മറൈൻ ഫിഷും ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, മാച്ച് column 1 with column 2 and select the correct option using the code given below. Citric acid. Citric acid is produced by Aspergillus. Cyclosporin A. Cyclosporin A is produced by Trichoderma. Statin. It is produced by
Monascus purpureus. Butyric acid is produced by Clostridium. So the correct option is 2. Next one, biochemical oxygen demand may not be a good index for pollution for waste bodies receiving effluent from. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന എഫ്ലുവൻറ്റിനെ നമുക്ക് അതിൻ്റെ വേസ്റ്റിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ബോഡിയിൽ ഓർഗാനിക് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ ആ ഓർഗാനിക് വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റോബിക് ആയിട്ടുള്ള ഡീകമ്പോസേഴ്സ് ഓക്സിജനെ ഡിമാൻഡ് ചെയ്യുന്നതിന് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുമ്പോൾ ആ ഓർഗാനിസം അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജനെ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഡിമാൻഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ഫ്രം ദർ can understand that water body is highly polluted. കുറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പൊല്യൂഷൻ കുറഞ്ഞു എന്ന് മനസ്സിലാവും. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഓർഗാനിക് വേസ്റ്റ് അല്ലാത്തതുകൊണ്ട് വി കനോട്ട് യൂസ് ദിസ് മെഷർമെൻറ്റ് ഫോർ seeing the concentration of the impurity in that water. Next one, the principle of competitive exclusion was given by. Competitive exclusion principle കൊണ്ടുവന്നത് GF Gauss ആണ് കേട്ടോ. Next question, which of the following national park is home to the famous musk deer and hungal? That is Dutchingham National Park, Jammu Kashmirലാണ് ഈ പറയുന്ന മസ്ക് ഡീറിനും അതുപോലെ തന്നെ മസ്ക് ഡീർ എന്ന് പറയുന്ന ഓർഗാനിസത്തിന് ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻ ജമ്മു കാശ്മീർ. ഇനി നമ്മൾ ഈ കീബുൾ ലാംജോ നാഷണൽ പാർക്ക് മണിപ്പൂർ ഉണ്ടല്ലോ, അവിടെ ആ പാർക്ക് എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പാർക്കാണ് കേട്ടോ, വെറ്റ്ലാൻഡാണ്. ഈ വൈൽഡ് ലൈഫ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് അത് വെറ്റ്ലാൻഡാണ്. Next one, 179, a lake which is rich in organic waste may result in. Organic waste ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ mortality of fishes will be increased due to decreasing oxygen. So here, increased population of aquatic organisms due to minerals. Wrong. Drying of the lake due to algal bloom. That is also wrong. Increased population of fish due to lot of nutrients. No. Mortality of fish due to lack of oxygen. That lack of oxygen കൊണ്ട് mortality കൂടും. Okay, then the highest DDT concentration in aquatic food chain shall occurs in birds. അല്ലേ, കാരണം എന്താ DDT കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ DDT it is non biodegradable ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗാനിസവും അതിൻ്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിലനിൽക്കും. Then after that when it is consumed by other organism, the same DDT it will be accumulated in the next level. അങ്ങനെ accumulate ചെയ്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ബേർഡ്സിൻ്റെ ഉള്ളിലാണ്. So here the correct answer is seagull. അത് ബേർഡ്സിലാണ് അത് വളരെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ബേർഡ്സിൽ കാൽഷ്യം മെറ്റബോളിസം കൂടുതലാണ്, ബിക്കോസ് they have a cladoic egg or calcareous egg. Okay, so this is all about the question paper NEET question paper 2016 phase 2. Okay, ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഞാൻ കാണിക്കുമ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞാൻ പറഞ്ഞു ഓൾറെഡി പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്രീവിയസ് ഇയേഴ്സ് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ 22 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ മതി, നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി നിങ്ങളുടെ ഇതിനകത്ത് മൊബൈലിനകത്ത്. യു വിൽ ഗെറ്റ് ഓൾ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ.